ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് ബാത്റൂം വരുന്ന അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ബാത്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒറ്റ ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ആദ്യം വാഷ് ബേസിൻ സെൻറ്ററിലായിട്ട് നമുക്ക് ക്ലോസറ്റ് വെച്ചു, അങ്ങേറ്റത്തേക്ക് നമുക്ക് കുളിക്കുന്ന ഏരിയ കൊടുത്തു. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ വരുന്ന ഏരിയയിൽ തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയിൽ അത്യാവശ്യം ഒരു ടേബിള്, പിന്നെ ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയയിൽ കണ്ണാടി നമുക്ക് ആ ഡ്രോയിൽ തന്നെ വെക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സൈഡുകളിൽ നമുക്ക് ചെറിയ ചെറിയ കോളങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ ഡ്രോ ആണ് വരുന്നത്. അപ്പോൾ ഡ്രോയുടെ വാതിലിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കണം. ഞാൻ ഡ്രോ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് വരുന്ന കള്ളികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ചെറിയ ചെറിയ ഡ്രസ്സിങ് ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം കോസ്മെറ്റിക്സോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചീപ്പ് കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ചെറിയൊരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഡോറ് തന്നെ കൊടുത്തിരിക്കുന്നു. ഡോറിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് കണ്ണാടി കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്പോട്ട് ലൈറ്റ് കൊടുക്കാവുന്ന രീതിയിലാണ് ടിൽറ്റ് ചെയ്യുന്നത്. അതായത് അഡ്ജസ്റ്റബിൾ ആയിട്ട് മുഖത്തേക്കോ കണ്ണാടിയിലേക്കോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന താഴെ നമ്മളൊരു ടേബിൾ കൊടുത്തു. ഒരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് സ്ലാബ് വെച്ച് വരുന്ന നമ്മുടെ ടേബിൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ വാഷ് ബേസിൻ, പിന്നെ രണ്ടാമത് ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയ. 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു. ഒരു 90 സെൻറ്റിമീറ്റർ നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. ബാക്കി വരുന്ന 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്റർ നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തു. അപ്പോൾ നോർമൽ ലെവലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ രീതിയും, അതായത് എല്ലാം ഒരേ ലെയറിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഗുണം. എല്ലാം ഒരേ ലെയറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഷ് ബേസിൻ, കുളിക്കുന്ന ഏരിയ, ക്ലോസറ്റ് ഇതെല്ലാം ഒരേ ഏരിയയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡോർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിങ് ഏരിയയുടെ ഡോർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡോറിൻ്റെ അടിയിൽ നമ്മൾ സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസ്, അതായത് ഡോറിൻ്റെ ഹാൻഡിൽ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഇളക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം കൊടുത്തിരിക്കുന്ന ടൈപ്പ് ആ ഡോറിൻ്റെ ഹാൻഡിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡ്രസ്സിങ് അതിൻ്റെ ഹാൻഡിൽ കൊടുത്താൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് വീടിൻ്റെ സേഫ്റ്റി കിട്ടുന്ന രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഡൈവേർട്ടർ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ നമ്മൾ തന്നെ ഒറ്റ ലിവറിൽ തന്നെ ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത് കിട്ടാവുന്ന രീതിയിൽ തന്നെ ഒറ്റ ലിവറിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒറ്റ ടാപ്പ് പോലെ സ്പൗട്ട് വന്നിരിക്കുന്നു. അതിലാണ് നമ്മൾ ഈ പറയുന്ന മിക്സിങ്ങിൻ്റെ ഔട്ട് വരുന്നത്. അത് ലിവർ നേരെ മുകളിലേക്ക് പൊങ്ങിയതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഷവർ 7 അടി ഹൈറ്റിലാണ് റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹീറ്ററിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം പച്ചവെള്ളം നമ്മൾ അവിടെ തന്നെ കൊടുത്തതിന് ശേഷം ഹീറ്ററിൻ്റെ ഓപ്ഷൻ ചൂടുവെള്ളം പച്ചവെള്ളം അവിടേക്ക് പോയതിന് ശേഷം ചൂടുവെള്ളം അതിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡൈവേർട്ടറിലേക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബാത്റൂമും ഡ്രസ്സിങ് ഏരിയയും എങ്ങനെ ചെയ്യാമെന്നും എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പേസ് കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ ചെയ്യാമെന്ന് ഏകദേശം എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അത് മാത്രമല്ല ഇതുപോലെ ചാനൽസ് നമുക്ക് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.